എല്ലാവർക്കും സ്വാഗതം. പ്ലസ് വൺ കെമിസ്ട്രിയിലെ തെർമോഡൈനാമിക്സ് എന്നറിയപ്പെടുന്ന ചാപ്റ്ററിലെ മറ്റൊരു ക്ലാസ്സാണിത്. ഇതിൽ നമ്മൾ സംസാരിക്കുന്നത് ഒന്ന് രണ്ട് ഡെഫിനിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ അല്ലെങ്കിൽ കമ്പസ്റ്റൻ, പിന്നെ ഒരു ഹെസ്സസ് ലോ എന്നറിയപ്പെടുന്ന ഒരു നിയമം, പിന്നെ ബോണ്ട് ഡിസോസിയേഷൻ എനർജി, പിന്നെ അതുപോലെ തന്നെ എൻതാൽപ്പി ഓഫ് ഫേസ് ട്രാൻസിഷൻ. അപ്പൊ ഇത്രയും പോയിന്റ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിലാദ്യം ഡെഫിനിഷൻ ബോർഡിലുണ്ട്. ഒന്നാമത്തെ ഹെഡിങ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ പറയുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. അതിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് എന്താണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച്, അല്ലെങ്കിൽ സിംപിളി നമുക്ക് എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയാം. ശരിയാണ്. അപ്പൊ എൻതാൽപ്പി ചേഞ്ച് ആണ് ഡെൽറ്റ എച്ച് വാല്യൂ ആണ്, അല്ലെങ്കിൽ ഡെൽറ്റ എച്ച് സീറോ വാല്യൂ ആണ് വെൻ 1 മോൾ ഓഫ് എ കോമ്പൗണ്ട് ഫോംഡ്. അപ്പൊ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ കോമ്പൗണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് അവിടെ ഫോം ചെയ്യുന്ന കോമ്പൗണ്ട് കൃത്യം 1 മോൾ കോമ്പൗണ്ടേ ഫോം ചെയ്യാൻ പാടുള്ളൂ എന്ന് ഡെഫിനിഷനിൽ കൃത്യമായി പറയുന്നു. കോമ്പൗണ്ട് ഫോം ചെയ്യുന്നതല്ല പറയുന്നത്, പകരം 1 മോൾ കോമ്പൗണ്ട് മാത്രമേ ഫോം ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഒരു റിയാക്ഷൻ എൻതാൽപ്പി ചേഞ്ചിന് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഫോർമേഷൻ എന്ന് പറയണമെങ്കിൽ അവിടെ 1 മോൾ കോമ്പൗണ്ടിന്റെ ഫോർമേഷൻ മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്കറിയാം ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യണമെങ്കിൽ അത് പല വഴികളുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഫോർമേഷൻ എന്ന് പറയണമെങ്കിൽ ആ കോമ്പൗണ്ട് ഫോം ചെയ്തിരിക്കേണ്ടത് ഫ്രം ഇറ്റ്സ് എലമെന്റ്സ്. അതായത് ഇത്രയേ ഉള്ളൂ. സ്റ്റാൻഡേർഡ് ഒരു റിയാക്ഷൻ എൻതാൽപ്പി ചേഞ്ചിന് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഫോർമേഷൻ എന്ന് പറയണമെങ്കിൽ അവിടെ 1 മോൾ കോമ്പൗണ്ട് തന്നെ ഫോം ചെയ്യണം, തീർന്നില്ല. ആ 1 മോൾ കോമ്പൗണ്ട് അതിന്റെ എലമെന്റിൽ നിന്ന് മാത്രമേ ഫോം ചെയ്യാൻ കഴിയുള്ളൂ എന്ന് ഓർമ്മിക്കുക. അപ്പൊ ഇനി അതിനെ എലമെന്റ് എന്ന് എഴുതുന്ന സമയത്ത് ഇക്വേഷൻ ഉണ്ടാക്കുമ്പോൾ കാർബൺ എന്നുള്ളതിനെ ഇക്വേഷൻ കാണിക്കേണ്ടത് സി എന്നാണ്. ഹൈഡ്രജൻ എന്ന എലമെന്റിനെ കാണിക്കേണ്ടത് എച്ച് എന്നല്ല, പകരം H2 എന്നാണ് ഇക്വേഷനിൽ കാണിക്കേണ്ടത്, മറന്നുപോകരുത്. ക്ലോറിൻ എന്ന എലമെന്റിന്റെ ഇക്വേഷനിൽ കാണിക്കേണ്ടത് Cl2 ആണ്. സോഡിയം കാണിക്കേണ്ടത് Na എന്നാണ്. ഹൈഡ്രജൻ എഴുതി. നൈട്രജൻ കാണിക്കേണ്ടത് N2 എന്നാണ്. ഓക്സിജൻ O2 എന്നാണ്. ഇങ്ങനെ. ഓക്കെ. അപ്പോൾ ഒരു ആവറേജ് സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം വ്യക്തമായി ഓർമ്മിച്ചിരിക്കണം. അതായത് എലമെന്റിൽ നിന്ന് ഫോം ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് ഇക്വേഷൻ ഉണ്ടാക്കുന്ന സമയത്ത് ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ഗീവ്സ് വാട്ടർ എന്ന് എഴുതുമ്പോഴത്തേക്ക് ഹൈഡ്രജനെ കാണിക്കാൻ പറഞ്ഞാൽ H എന്നല്ല കാണിക്കേണ്ടത്, ഇക്വേഷനിൽ H2 എന്ന് കാണിക്കണം. ഓക്സിജൻ എന്ന് കാണിക്കാൻ പറഞ്ഞാൽ O2 എന്ന് കാണിക്കണം. ഇനി കാർബൺ പ്ലസ് O2 ഗീവ്സ് CO2 എന്ന് എഴുതാൻ പറഞ്ഞാൽ കാർബൺ C എന്നാണ് എഴുതേണ്ടത്, ഓക്സിജൻ O2 എന്നാണ് എഴുതേണ്ടത്. ഓർമ്മിക്കുക. ഓക്കെ. അപ്പൊ നമുക്ക് ആ ഡെഫിനിഷൻ ഒന്നുകൂടെ ഓർമ്മിക്കാം. ഇപ്പൊ റിയാക്ഷൻ എൻതാൽപ്പി ചേഞ്ചിനെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഫോർമേഷൻ എന്ന് പറയണമെങ്കിൽ അവിടുത്തെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്. ഇറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച്, അല്ലെങ്കിൽ എൻതാൽപ്പി ചേഞ്ച്, സിമ്പിൾ എൻതാൽപ്പി ചേഞ്ച് വെൻ 1 മോൾ ഓഫ് എ കോമ്പൗണ്ട്, കൃത്യമായി 1 മോൾ തന്നെ ഫോം ചെയ്യണം, ഫോംഡ് ഫ്രം ഇറ്റ്സ് എലമെന്റ്സ്. ഒരു മോൾ കോമ്പൗണ്ട് അതിന്റെ എലമെന്റിൽ നിന്ന് ഫോം ചെയ്ത സമയത്ത് ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഫോർമേഷൻ എന്ന് പറയേണ്ടത്. ഓക്കെ. അപ്പൊ എങ്കിൽ നിങ്ങളോട് ആവശ്യപ്പെടുന്നു സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഫോർമേഷൻ ഒരു ഇക്വേഷൻ എഴുതുക. എത്തനോൾ C2H5OH സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഫോർമേഷൻ ഇക്വേഷൻ ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സാവധാനം ചെയ്യുക. ഒരു ആരോ ഇട്ടു. അവിടെ ഫോം ചെയ്യേണ്ട കോമ്പൗണ്ട് എത്തനോൾ ആണ്. ആ എത്തനോളിന്റെ ഫോമിൽ ഇവിടെ എഴുതാം C2H5OH. ഇനി എത്തനോളിനെ സംബന്ധിച്ചിടത്തോളം എത്തനോൾ 1 മോളെ ഫോം ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇവിടെ കൃത്യം 1 മോൾ ആയിരിക്കണം. അവിടെ നമുക്ക് ബാലൻസ് ചെയ്യാൻ കഴിയില്ല. ഇനി അത് ഫോം ചെയ്തിരിക്കുന്നത് അതിന്റെ എലമെന്റിൽ നിന്നാണ്. അതിന്റെ എലമെന്റ് ഏതൊക്കെയെന്ന് പരിശോധിച്ചാൽ ഓരോന്നോരോന്നിൽ നോക്കിയാൽ അറിയാം. അവിടെ ഒരു എലമെന്റ് ഉള്ളത് കാർബൺ ആണ്. കാർബൺ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് ചോദിച്ചാൽ C എന്നാണ് എഴുതേണ്ടത്, C പ്ലസ്. പിന്നെയുള്ള എലമെന്റ് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ എങ്ങനെ ഇക്വേഷൻ കാണിക്കുന്നത് ഞാൻ പറഞ്ഞു, അത് H2 എന്നാണ് കാണിക്കേണ്ടത്. സോ H2. പിന്നെ ഒരു എലമെന്റ് ഉള്ളത് ഓക്സിജൻ ആണ്. ഓക്സിജനെ നമുക്ക് O2 എന്ന് കാണിക്കണമെന്ന് ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്, O2. ഇനി ഇക്വേഷനെ ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ കൃത്യം 1 മോൾ തന്നെ കൊടുത്ത് ബാലൻസ് ചെയ്യേണ്ടി വരും. അപ്പൊ അതാണ് നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം. 1 മോൾ കോമ്പൗണ്ട് മാത്രമേ ഫോം ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് അല്ലാതെ ബാലൻസ് ചെയ്യാം. ഇപ്പൊ 2 കാർബൺ വലതുവശത്തുണ്ട്, ഇവിടെ ഇടതുവശത്ത് 1 കാർബണേ ഉള്ളൂ. സോ 2 ആക്കാൻ ഇവിടെ 2 കൊടുത്തു. ഹൈഡ്രജൻ 5 1 6 ഉണ്ട്. അപ്പൊ 6 ഹൈഡ്രജൻ ആണെങ്കിൽ നമുക്ക് ഇവിടെ 2 ഉള്ളൂ. അപ്പൊ അവിടെ 3 കൊടുത്ത് ബാലൻസ് ചെയ്യാം. ഇനി ഇവിടെ വലതുവശത്ത് 1 ഓക്സിജൻ ഉണ്ട്, പക്ഷേ ഇടതുവശത്ത് 2 ഓക്സിജൻ ഉണ്ട്. നമുക്കിവിടെ 2 കൊടുത്ത് ബാലൻസ് ചെയ്യാൻ കഴിയില്ല. കാരണം ഡെഫിനിഷൻ അനുസരിച്ച് പറയുന്നുണ്ട് 1 മോൾ കോമ്പൗണ്ട് മാത്രമേ ഫോം ചെയ്യാൻ പാടുള്ളൂ എന്നും പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നിങ്ങൾ
ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഒരു ഓക്സിജൻ കിട്ടണമെങ്കിൽ ഹാഫ് O2 എന്ന് കൊടുത്ത് ബാലൻസ് ചെയ്യണം. ഓക്കെ, മറന്നു പോകരുത്. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഫോർമേഷൻ അല്ലെങ്കിൽ എൻതാൽപ്പി ഫോർമേഷൻ ഇക്വേഷൻ സമയത്ത് ഇങ്ങനെ നമുക്ക് ആവശ്യം വരുമെന്ന് ഓർമ്മിച്ചോണം. അപ്പോൾ ഒരു ഓക്സിജൻ ആണെങ്കിൽ നമുക്ക് ഹാഫ് O2 എന്ന് കൊടുത്താൽ മതി. 2 ഓക്സിജൻ കിട്ടണമെങ്കിൽ O2 എന്ന് കൊടുക്കാം. 3 ഓക്സിജൻ കിട്ടണമെങ്കിൽ നമുക്ക് 3/2 O2 എന്ന് കൊടുക്കാം. 3/2 O2 1.5. 4 ഓക്സിജൻ ആണെങ്കിൽ 2 O2. ശരി. 5 ഓക്സിജൻ കിട്ടണമെങ്കിൽ അത് 5/2 O2 ആണ്. 6 ഓക്സിജൻ കിട്ടണമെങ്കിൽ 3 O2 ആണ്. 7 ഓക്സിജൻ കിട്ടണമെങ്കിൽ അത് 7/2 O2 ആണ്. ഇങ്ങനെ നമുക്ക് കൊടുത്ത് ബാലൻസ് ചെയ്യാൻ കഴിയുമെന്ന് ഓർമ്മിക്കണം. അപ്പൊ ഇതുവരെ നമ്മൾ അങ്ങനത്തെ രീതി ബാലൻസ് ചെയ്തിട്ടില്ല. അപ്പൊ ഇന്ന് ആദ്യമായി ഇങ്ങനെ 1/2 എന്നും 3/2 എന്നും കൊടുത്ത് നമുക്ക് ഇക്വേഷൻ ബാലൻസ് ചെയ്യേണ്ടി വരുമെന്ന് ഓർമ്മിക്കുക. ഓക്കെ, ഒരു എക്സാമ്പിളോടെ കാണാം. വാട്ടറിന്റെ എൻതാൽപ്പി ഫോർമേഷൻ ഇക്വേഷൻ ഉണ്ടാക്കുന്നു. വാട്ടറിന്റെ H2O നമുക്കറിയാം, ആരോ ഇട്ടിട്ട് 1 മോൾ കോമ്പൗണ്ട് ആണ് ഫോം ചെയ്യേണ്ടത്. സോ H2O ഫോം ചെയ്യണം, 1 മോൾ ഫോം ചെയ്യണം. ഇനി അത് ഫോം ചെയ്യേണ്ടത് അതിന്റെ എലമെന്റ് ആയ ഹൈഡ്രജൻ ഇക്വേഷൻ കാണിക്കേണ്ടത് H2 എന്നാണ്. അതുപോലെ കൂടെയുള്ള എലമെന്റ് ഓക്സിജൻ ആണ്. ഓക്സിജൻ ഇക്വേഷൻ കാണിക്കേണ്ടത് O2 എന്നാണ്. സോ H2 plus O2 gives H2O. ഇനി ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്ന സമയത്ത് വലതുവശത്ത് 2 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ 2 ഹൈഡ്രജൻ. ഓക്കെ, ഇനി വലതുവശത്ത് 1 ഓക്സിജൻ ഉണ്ട്, പക്ഷേ ഇടതുവശത്ത് 2 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഇടതുവശത്ത് നമുക്ക് 1 ആക്കണം, കാരണം ഇവിടെ 2 കൊടുത്ത് ബാലൻസ് ചെയ്യാൻ കഴിയില്ല. സോ ഇവിടെ ഹാഫ് കൊടുത്ത് ബാലൻസ് ചെയ്യണമെന്ന് ഓർമ്മിക്കണം. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഫോർമേഷൻ ഇക്വേഷൻ ഓഫ് വാട്ടർ ഇങ്ങനെ എഴുതാൻ പാടുള്ളൂ. H2 plus half O2 gives H2 എന്ന് എഴുതണം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഡെഫിനിഷൻ നമ്മൾ ഇന്ന് പഠിച്ചിരിക്കുന്ന ഒന്നാമത്തെ ഡെഫിനിഷൻ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡെഫിനിഷൻ ആണ്. രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ അല്ലെങ്കിൽ കമ്പഷൻ അതെന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്? ഇറ്റ് ഈസ് എൻതാൽപ്പി ചേഞ്ച് when 1 mole of a compound undergo complete combustion. അതായത് 1 മോൾ കോമ്പൗണ്ട് കംപ്ലീറ്റ് കമ്പഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ആ കമ്പഷനുമായിട്ട് ബന്ധപ്പെട്ട് ഓർമ്മിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ പോയിന്റ് കമ്പഷൻ എക്സോതെർമിക് ആണ്. അതായത് കമ്പഷൻ നടക്കുന്ന സമയത്ത് ആൾവേസ് അവിടെ ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യുന്നു. അതൊരു പോയിന്റ്. പിന്നെ കാർബണിന്റെ കംപ്ലീറ്റ് കമ്പഷനിലൂടെ എപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യാൻ കഴിയുള്ളൂ. ഹൈഡ്രജന്റെ കമ്പഷനിലൂടെ നമുക്ക് എപ്പോഴും വാട്ടറെ ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ കാർബണും ഹൈഡ്രജനുള്ള ആരുടെ കമ്പഷന്റെ പ്രോഡക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആയിരിക്കും. കാർബൺ മാത്രമാണെങ്കിൽ കമ്പഷന്റെ പ്രോഡക്റ്റ് ആയിട്ട് കമ്പഷൻ ഓക്സിജൻ ആയിട്ടുള്ള റിയാക്ഷൻ ആണെന്ന് നമ്മൾ ഓർമ്മിക്കുക. പിന്നെ കാർബണിന്റെ കമ്പഷനിലൂടെ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടണം, ഹൈഡ്രജന്റെ കമ്പഷനിലൂടെ നമുക്ക് വാട്ടർ കിട്ടണം. അപ്പൊ അതുകൊണ്ട് തന്നെ കാർബണും ഹൈഡ്രജനുള്ള ആരുടെയും കമ്പഷനിലൂടെ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും മാത്രമേ കിട്ടാനുള്ളൂ എന്ന് ഓർമ്മിക്കുക. ഇനി കമ്പഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം റിയാക്ഷൻ വിത്ത് ഓക്സിജൻ ആണെന്ന് നമുക്ക് അറിയാം. ഓക്കെ, ശരി. അപ്പൊ എങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം കാൽക്കുലേറ്റ് അല്ലെങ്കിൽ എൻതാൽപ്പി കമ്പഷൻ ഓഫ് ഗ്ലൂക്കോസിന്റെ എൻതാൽപ്പി കമ്പഷൻ ഇക്വേഷൻ ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടാൽ ഗ്ലൂക്കോസിന്റെ ഫോർമുല C6H12O6 ആണ്. അപ്പൊ നമ്മൾ നേരത്തെ ഗ്ലൂക്കോസിന്റെ ഫോർമേഷൻ എഴുതാൻ പറഞ്ഞാൽ അവിടെ 1 മോൾ ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്ന കാര്യം എഴുതണം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്, ഗ്ലൂക്കോസിന്റെ കമ്പഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്ലൂക്കോസ് എഴുതി C6H12O6. അതിന്റെ കമ്പഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഓക്സിജൻ കൊടുക്കാം. ഇനി ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്, കാർബണിന്റെ കമ്പഷനിലൂടെ കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജന്റെ കമ്പഷനിലൂടെ വാട്ടറും ഫോം ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇവിടെ കാർബണും ഹൈഡ്രജൻ രണ്ടുപേരും ഉണ്ട്. ഇപ്പൊ കിട്ടുന്ന പ്രോഡക്റ്റ് നിർബന്ധമായും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും മാത്രമേ ഉള്ളൂ. ഇനി ഇക്വേഷൻ ബാലൻസ് ചെയ്യാം. ഇവിടെ 6 കാർബൺ ഉണ്ട്. നമുക്ക് 1 മോൾ ഓഫ് എ കോമ്പൗണ്ട് അണ്ടർഗോ കമ്പഷൻ. അപ്പൊ ഇവിടെ കമ്പഷൻ നടത്തുന്ന കോമ്പൗണ്ട് എപ്പോഴും 1 മോൾ ആയിരിക്കണം. ശരി, 6 കാർബൺ ഉണ്ട്. അപ്പൊ ഇവിടെ 6 കൊടുത്ത് ബാലൻസ് ചെയ്യാം. ഹൈഡ്രജൻ 12 ആകുമ്പോഴത്തേക്ക് ഇവിടെ 6 കൊടുത്ത് ബാലൻസ് ചെയ്യാം. ഇനി ഓക്സിജന്റെ കാര്യം നോക്കുന്ന സമയത്ത് ഇവിടെ ഓൾറെഡി 6 ഓക്സിജൻ ഉണ്ട്. ഇവിടെ 6 × 2 12, ഇവിടെ 6. അപ്പൊ 18 ഓക്സിജൻ വലതുവശത്തുണ്ട്, ഇടതുവശത്ത് 6 ഓക്സിജൻ ഉണ്ട്. അപ്പൊ ഇവിടെ ബാക്കി 6 കൊടുത്ത് ബാലൻസ് ചെയ്യണം. അപ്പൊ നമുക്ക് അവിടെ 18 ഓക്സിജൻ ആയിട്ടുള്ളത് ഓർമ്മിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എൻതാൽപ്പി കമ്പഷൻ ഇക്വേഷൻ എഴുതാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഒരു എക്സാമ്പിൾ എഴുതി പ്രാക്ടീസ് ചെയ്യാം. മീത്തേന്റെ CH4 കമ്പഷൻ ഇക്വേഷൻ ഉണ്ടാക്കാം. മീത്തേൻ ഇറ്റ് ഈസ് എൻതാൽപ്പി ചേഞ്ച് when 1 mole of a compound undergo combustion. അപ്പൊ മീത്തേൻ 1 മോൾ എടുക്കാൻ പാടുള്ളൂ.
പ്ലസ് കമ്പഷൻ ഞാൻ പറഞ്ഞു ഓക്സിജനോട്ട് റിയാക്ട് ചെയ്യുന്നു. ഇനി കാർബണിന്റെ കമ്പഷനിലൂടെ കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജന്റെ കമ്പഷനിലൂടെ വാട്ടറും കിട്ടണം. ഇനി ഇക്വേഷൻ ബാലൻസ് ചെയ്യാം. ഇവിടെ ഒരു മോളൊന്ന് കീപ്പ് ചെയ്യണം. കാർബൺ ഇവിടെ ഒന്നേ ഉള്ളൂ, ഇവിടെ ഒന്ന് ഓക്കെ. ഹൈഡ്രജൻ ഇവിടെ 4, അപ്പൊ അതുകൊണ്ട് 2 കൊടുത്ത് ബാലൻസ് ചെയ്തു. ഇനി ഓക്സിജന്റെ എണ്ണം നോക്കുന്ന സമയത്ത് വലതുവശത്ത് ഇവിടെ 2 ഓക്സിജൻ, ഇവിടെ 2 ഓക്സിജൻ, അപ്പൊ 2 2 4 ഓക്സിജൻ. ഇക്വേഷൻ ബാലൻസ് ചെയ്യാം, 2 കൊടുത്ത് ബാലൻസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ എന്താൽപ്പി ഫോർമേഷന്റെ ഇക്വേഷനും എന്താൽപ്പി കമ്പഷന്റെ ഇക്വേഷനും ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ ഇതുവരെ സംസാരിച്ചതിൽ നിന്ന് നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ 2 പോയിന്റ്, 2 ഡെഫിനിഷൻ ഓർത്തു വെക്കുക. ഒന്ന്, എന്താണ് സ്റ്റാൻഡേർഡ് എന്താൽപ്പി ഫോർമേഷൻ എന്ന് വ്യക്തമായി ഓർമ്മിക്കുക. ഒരു മോൾ കോമ്പൗണ്ട് മാത്രമേ ഫോം ചെയ്യാൻ പാടുള്ളൂ. കണ്ടീഷൻ അത് ഫോം ചെയ്യണമെങ്കിൽ അതിന്റെ എലമെന്റിൽ നിന്ന് മാത്രമേ ഫോം ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇക്വേഷനിൽ എലമെന്റ് സൂചിപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കാർബണിനെ C എന്ന് കാണിക്കുക, ഹൈഡ്രജനെ H2 എന്ന് കാണിക്കുക, ഓക്സിജനെ O2 എന്ന് കാണിക്കുക, സോഡിയം Na എന്ന് കാണിക്കുക, ക്ലോറിനെ Cl2 എന്ന് കാണിക്കുക. ഓക്കെ, അടുത്ത രണ്ടാമത് പറഞ്ഞ പോയിന്റ് എന്താൽപ്പി കമ്പഷന്റെ കാര്യമാണ് പറഞ്ഞത്. ആ എന്താൽപ്പി കമ്പഷൻ എന്ന് വെച്ചാൽ അവിടെ ഒരു മോൾ കോമ്പൗണ്ട് ഫോം ചെയ്യുന്ന കാര്യമല്ല, ഒരു മോൾ കോമ്പൗണ്ടിന്റെ കമ്പഷന്റെ കാര്യമാണ് സംസാരിക്കുന്നത്. കമ്പഷൻ എന്ന് വെച്ചാൽ റിയാക്ഷൻ വിത്ത് ഓക്സിജൻ ആണ്, അത് എക്സോതെർമിക് ആണ്. കാർബണിന്റെ കമ്പഷനിലൂടെ കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജന്റെ കമ്പഷനിലൂടെ വാട്ടറും വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കമ്പഷന്റെ പ്രോഡക്റ്റ് കാർബണും ഹൈഡ്രജനുള്ള ആരുടെയും കമ്പഷന്റെ പ്രോഡക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആയിരിക്കണം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ശരി, അപ്പൊ ഇനി കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഫോർമേഷൻ C+O2 gives CO2. ഇതിന്റെ എന്താൽപ്പി ചേഞ്ച് വാല്യൂ, ഡെൽറ്റ എച്ച് വാല്യൂ, ഒറിജിനൽ വാല്യൂ -393.5 കിലോ ജൂൾ പെർ മോൾ ആണ്. ഓക്കെ, ഇനി ഇതേ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്ന സമയത്ത് മറ്റൊരു രീതിയിൽ ഫോം ചെയ്യാം. അതായത് ഒരു മോൾ കാർബണും ഹാഫ് മോൾ ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു മോൾ കാർബൺ മോണോക്സൈഡ് ഉണ്ടാക്കാം. അതിന്റെ ഒറിജിനൽ ഡെൽറ്റ എച്ച് വാല്യൂ -110.5 കിലോ ജൂൾ പെർ മോൾ ആണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ കാർബൺ മോണോക്സൈഡ് വീണ്ടും ഹാഫ് മോൾ ഓക്സിജൻ കമ്പൈൻ ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്തു. അതിന്റെ ഡെൽറ്റ എച്ച് വാല്യൂ -283 കിലോ ജൂൾ പെർ മോൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നാമത്തെ മാർഗം ഉപയോഗിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്തു. പാത്ത് 1ലും കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്തു, പാത്ത് 2ലും കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, പാത്ത് 1ൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്ന സമയത്ത് ഒറ്റ സ്റ്റെപ്പിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്തു. അതിന്റെ ഡെൽറ്റ എച്ച് വാല്യൂ -393.5 കിലോ ജൂൾ പെർ മോൾ എന്ന് പറഞ്ഞു. പക്ഷെ രണ്ടാമത്തെ പാത്ത് നോക്കുന്ന സമയത്ത് അവിടെ 2 സ്റ്റെപ്പ് എടുത്താണ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പിൽ കാർബൺ മോണോക്സൈഡ് ഫോം ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ആ കാർബൺ മോണോക്സൈഡ് വീണ്ടും ഹാഫ് മോൾ ഓക്സിജൻ കമ്പൈൻ ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്തു. ഓക്കെ, അപ്പോൾ പാത്ത് 1ലൂടെയും കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഫോം ചെയ്തത്, പാത്ത് 2ലൂടെയും കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഫോം ചെയ്തത്. പക്ഷേ നമുക്കറിയാം ഇവിടെ ഈ -393.5 കിലോ ജൂളിന് തുല്യമാണ് ഈ രണ്ട് വാല്യൂസും കൂട്ടി കിട്ടുന്ന തുകയാണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. -110.5ഉം -283 കൂടെ കൂട്ടുന്ന സമയത്ത് നമുക്ക് -393.5 തന്നെ കിട്ടുമെന്ന് നമുക്കറിയാം. അതായത് ഡെൽറ്റ H1 ഉം ഡെൽറ്റ H2 ആവുകയാണെങ്കിൽ ഡെൽറ്റ H ഈക്വൽ ടു ഡെൽറ്റ H1 പ്ലസ് ഡെൽറ്റ H2 എന്ന് പറയാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്ന ഈ പറഞ്ഞ നിയമത്തിനെ അറിയപ്പെടുന്ന പേര് ഹെസ്സിന്റെ നിയമം എന്ന് പറയണം. ഹെസ്സിന്റെ ലോ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹീറ്റ് സമ്മേഷൻ വാല്യൂ കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്ന ഹീറ്റ് സമ്മേഷൻ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. ഒരു റിയാക്ഷൻ ഒരു സ്റ്റെപ്പ് എടുത്ത് നടന്നാലും ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പ് എടുത്ത് നടന്നാലും ശരി, ഹീറ്റ് സമ്മേഷൻ വാല്യൂ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ആ നിയമത്തിനെ വിളിക്കേണ്ട പേരാണ് ഹെസ്സിന്റെ നിയമം അല്ലെങ്കിൽ ഹെസ്സസ് ലോ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ അവസാനം സംസാരിച്ചത് ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ ആണ്. അതനുസരിച്ച് ഹെസ്സസ് ലോ അനുസരിച്ച് എൻതാൽപ്പി ചേഞ്ച് അല്ലെങ്കിൽ ഹീറ്റ് ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ ഈസ് കോൺസ്റ്റന്റ് വെദർ ദ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ 1 step or more than 1 step. അതായത് ഒരു റിയാക്ഷൻ എൻതാൽപ്പി ചേഞ്ച് വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. ആ റിയാക്ഷൻ ഒരു സ്റ്റെപ്പിൽ നടന്നാലോ 2 സ്റ്റെപ്പിൽ നടന്നാലോ 3 സ്റ്റെപ്പിൽ നടന്നാലോ 5 സ്റ്റെപ്പിൽ നടന്നാലോ ആ റിയാക്ഷന്റെ എൻതാൽപ്പി ചേഞ്ച് വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കുമെന്ന് ഓർമ്മിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ സംസാരിച്ച 3 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കാര്യം സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഫോർമേഷന്റെ ഡെഫിനിഷൻ അറിയാം, അത് ഇക്വേഷൻ ഉണ്ടാക്കാനുള്ള പ്രാക്ടീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം സ്റ്റാൻഡേർഡ് എൻതാൽപ്പി കമ്പഷന്റെ ഡെഫിനിഷൻ അറിയാം, അതിന്റെ ഇക്വേഷൻ ഉണ്ടാക്കാൻ നമുക്ക് പ്രാക്ടീസ് ഉണ്ട്. മൂന്നാമത് പറഞ്ഞ കാര്യം ഹെസ്സിന്റെ നിയമം, ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ എന്ന് നമുക്ക് പറയാൻ അറിയാം. ഓക്കെ, അപ്പൊ ഇനി അവശേഷിക്കുന്ന 1-2 ചെറിയ കാര്യങ്ങൾ.
നോക്കാം. അടുത്ത ഒരു ചെറിയ കാര്യം പറയാം. അതിനുവേണ്ടി നമുക്ക് ബോണ്ട് ഡിസോസിയേഷൻ എനർജി, അപ്പൊ അതിന്റെ പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഒരു മോൾ ഒരു പർട്ടിക്കുലർ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായ എമൗണ്ട് ഓഫ് എനർജിയെ, ഒരു മോൾ ഒരു പർട്ടിക്കുലർ ബോണ്ട്, ഇപ്പൊ CH ബോണ്ട്, OH ബോണ്ട് അല്ലെങ്കിൽ HH ബോണ്ട് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായ എമൗണ്ട് ഓഫ് എനർജിയെ നമ്മൾ സാധാരണ വിളിക്കുന്ന പേര് ബോണ്ട് ഡിസോസിയേഷൻ എനർജി എന്ന് പറയാം. അപ്പൊ ഈ ബോണ്ട് ഡിസോസിയേഷൻ എനർജിയുടെ ആവറേജ് ആയിട്ട് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. അതിന് നമ്മൾ സാധാരണ ബോണ്ട് എനർജി എന്ന് പറയാറുണ്ട്. അപ്പോൾ രണ്ടും ഏകദേശം ഒരേ കാര്യം തന്നെയാണ്. ഒരു മോൾ ഒരു പർട്ടിക്കുലർ ബോണ്ട് മാത്രം ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായ എമൗണ്ട് ഓഫ് എനർജിയാണ് ബോണ്ട് ഡിസോസിയേഷൻ എനർജി. അങ്ങനെയുള്ള ആ പർട്ടിക്കുലർ ബോണ്ടിന്റെ ആവറേജ് എമൗണ്ട് ഓഫ് എനർജിയെ നമ്മൾ വിളിക്കുന്ന പേര് ബോണ്ട് എനർജി എന്ന് പറയാം. അപ്പോൾ ബോണ്ട് എനർജിയുടെ ഡെഫിനേഷൻ പറയുന്ന സമയത്ത് എപ്പോഴും ഒരു ആവറേജ് എനർജി എന്നൊരു വാക്ക് നമ്മൾ അവിടെ ഉപയോഗിക്കുക. ഈ ബോണ്ട് എനർജി വാല്യൂ എന്ന് വെച്ചാൽ ഫിക്സഡ് വാല്യൂസ് ആണ്. അപ്പൊ അത് ഒരു ടേബിളിൽ അവൈലബിൾ ആണ്. CH ബോണ്ടിന്റെ ബോണ്ട് എനർജി വാല്യൂ, എനർജി CC ബോണ്ട്, C ഡബിൾ ബോണ്ട് C, C ട്രിപ്പിൾ ബോണ്ട് C, O ബോണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പർട്ടിക്കുലർ ബോണ്ടുകളുടെ ബോണ്ട് എനർജി വാല്യൂസ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ടേബിളിൽ തന്നെ അവൈലബിൾ ആണെന്ന് ഓർമ്മിക്കുക. സോ നമ്മളിപ്പോ പുതുതായിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഒന്നുകൂടെ ഓർമ്മിക്കാം. അത് ബോണ്ട് എനർജിയെ പറ്റിയാണ്. ബോണ്ട് എനർജി എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ ആവറേജ് എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ബ്രേക്ക് വൺ മോൾ ഓഫ് എ പർട്ടിക്കുലർ ബോണ്ട്. ഒരു പർട്ടിക്കുലർ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായ എമൗണ്ട് ഓഫ് എനർജിയാണ് നമ്മൾ ബോണ്ട് എനർജി എന്ന് പറയുന്നത്. അത് ഒറിജിനൽ വാല്യൂസ് നമ്മുടെ ടേബിളിൽ അവൈലബിൾ ആണ്. CHന്റെയും NHന്റെയും CCയുടെയും സിംഗിൾ ബോണ്ട് സിയുടെയും ഒക്കെ തന്നെ ബോണ്ട് എനർജി വാല്യൂസ് അവൈലബിൾ ആണെന്ന് ഓർമ്മിക്കാം. അപ്പൊ എങ്കിൽ ആ വാല്യൂസ് എടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ റിയാക്ഷൻ പരിശോധിക്കുന്ന സമയത്ത് ഇവിടെയുള്ള ബോണ്ടുകൾ ഏതൊക്കെ നോക്കാം. അപ്പൊ ഇവിടെ ഒരു C ഡബിൾ ബോണ്ട് C ഉണ്ട്. ആ C ഡബിൾ ബോണ്ട് സിയുടെ ബോണ്ട് എനർജി വാല്യൂ ആഡ് ചെയ്യണം. C ഡബിൾ ബോണ്ട് C പ്ലസ് CH ബോണ്ടുകൾ 4 ഉണ്ട്. അപ്പോൾ ഒരു മോൾ ഒരു CH ബോണ്ടിന്റെ ബോണ്ട് എനർജി വാല്യൂ ഇവിടെ ഉണ്ട്. അപ്പൊ അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 4 CH ബോണ്ടിന്റെ ആഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ HH ബോണ്ട് ഉണ്ട്. HH ബോണ്ടിന്റെ ബോണ്ട് എനർജി വാല്യൂസ് ടേബിളിൽ അവൈലബിൾ ആയിരിക്കും. അത് ആഡ് ചെയ്യുക. അങ്ങനെ കിട്ടുന്ന അത്രയും എനർജിയെ നമ്മൾ വിളിക്കേണ്ട പേര് സമ്മേഷൻ ഓഫ് ബോണ്ട് എനർജി ഓഫ് റിയാക്ടന്റ്. ഓക്കെ, വേറെ ഒന്നുമില്ല, ജസ്റ്റ് ടേബിളിൽ നിന്ന് എഴുതിയെടുക്കാൻ ജോലി മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് കാണുന്ന ബോണ്ട് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ C ഡബിൾ ബോണ്ട് C ഉണ്ട്, അതിന്റെ വാല്യൂ എഴുതുക, പ്ലസ് ഇട്ടിട്ട് CH സിംഗിൾ ബോണ്ടിന്റെ വാല്യൂ, അങ്ങനത്തെ 4 ബോണ്ട് ഉള്ളതുകൊണ്ട് 4 CH സിംഗിൾ ബോണ്ടിന്റെ വാല്യൂ പ്ലസ് അടുത്തൊരു HHന്റെ ബോണ്ട്. ഇത്രയും കൂട്ടി കിട്ടുന്ന തുകയെ നമ്മൾ സമ്മേഷൻ ഓഫ് ബോണ്ട് എനർജി ഓഫ് റിയാക്ടന്റ് എന്ന് പറയാം. അതുപോലെ തന്നെ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ CC സിംഗിൾ ബോണ്ട് ഉണ്ട്. സിംഗിൾ ബോണ്ടിന്റെ ബോണ്ട് എനർജി ഈ ടേബിളിൽ നിന്ന് എഴുതുക. CH സിംഗിൾ ബോണ്ട് ഉണ്ട്, അങ്ങനത്തെ 6 1 2 3 4 5 6, അപ്പൊ 6 CH. ഇത്രയും കൂട്ടി കിട്ടുന്ന ഈ തുകയെ നമുക്ക് സമ്മേഷൻ ഓഫ് ബോണ്ട് എനർജി ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പുതുതായി സംസാരിക്കുന്ന കാര്യം ബോണ്ട് എനർജിയെ പറ്റിയാണ്. ബോണ്ട് എനർജിയുടെ ഡെഫിനിഷൻ നമുക്കറിയാം. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി, ഇറ്റ് ഈസ് ആവറേജ് എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ബ്രേക്ക് വൺ മോൾ ഓഫ് എ പർട്ടിക്കുലർ ബോണ്ട് എന്ന് പറഞ്ഞു. ഇനി ആ ബോണ്ട് എനർജിയുടെ പ്രത്യേകത, ബോണ്ട് എനർജി ഉപയോഗിച്ച് നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ കഴിയുന്നുണ്ട്. അത് വേറൊന്നുമല്ല, നമുക്ക് ആ ഒരു ടേബിൾ അവൈലബിൾ ആയിരിക്കും. ഇക്വേഷൻ നമുക്ക് അറിയാമെങ്കിൽ അത് ജസ്റ്റ് കൂട്ടിയെടുക്കുക, കാൽക്കുലേറ്റ് ചെയ്യുക. സമ്മേഷൻ ഓഫ് ബോണ്ട് എനർജി ഓഫ് റിയാക്ടന്റ് കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ സമ്മേഷൻ ഓഫ് ബോണ്ട് എനർജി ഓഫ് പ്രോഡക്റ്റും കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കുക. എങ്കിൽ ഇതിന്റെ ഡിഫറൻസ് അറിയപ്പെടുന്ന പേര് എൻതാൽപ്പി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ എന്ന് പറയണം. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒബ്സർവേഷൻ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. എൻതാൽപ്പി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും, ബോണ്ട് എനർജി വാല്യൂസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ കഴിയും. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ സമ്മേഷൻ ഓഫ് ബോണ്ട് എനർജി ഓഫ് റിയാക്ടന്റ് മൈനസ് സമ്മേഷൻ ഓഫ് ബോണ്ട് എനർജി ഓഫ് പ്രോഡക്റ്റ് എന്ന ഫോർമുലയിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ജസ്റ്റ് കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. ടേബിളിൽ നിന്ന് ആ വാല്യൂസ് എടുത്ത് എഴുതി ചെയ്യുക മാത്രമേ ജോലിയുള്ളൂ. ഓക്കെ, അപ്പൊ നോക്കാം. അപ്പൊ ഇന്ന് നമ്മൾ ഇതുവരെ 4 കാര്യങ്ങൾ സംസാരിച്ചു. അതിലൊന്നാമത്തെ കാര്യം ഡെഫിനിഷൻ, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഫോർമേഷന്റെ ഡെഫിനിഷൻ. ഇനി സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഫോർമേഷൻ ഇക്വേഷൻ ഉണ്ടാക്കാൻ പഠിച്ചു. രണ്ടാമത്തെ കാര്യം സ്റ്റാൻഡേർഡ് എൻതാൽപ്പി കമ്പഷന്റെ ഡെഫിനിഷൻ, അതിൽ നിന്നും ഇക്വേഷൻ ഉണ്ടാക്കാൻ നമുക്ക് പഠിച്ചു. മൂന്നാമത്തെ കാര്യം വളരെ പ്രശസ്തമായ ഹെസസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ എന്താണെന്ന് സ്റ്റേറ്റ്മെന്റ് അറിയാം, അതിന്റെ എക്സാമ്പിൾ ചെയ്യാൻ അറിയാം. നാലാമത്തെ കാര്യം ബോണ്ട് എനർജിയെ പറ്റി മനസ്സിലാക്കി. ബോണ്ട് എനർജി ഉപയോഗിച്ച് നമുക്ക് എൻതാൽപ്പി ചേഞ്ച് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് കൂടെ ഓർമ്മിക്കുക. ഓക്കെ, ഇനി ഒരു കുറച്ച് കാര്യം കൂടെ ബാക്കിയുള്ളൂ.
നോക്കാം നമുക്ക് ഫേസ് ട്രാൻസിഷൻ. ഫേസ് എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ് ട്രാൻസിഷൻ ഏതൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് സോളിഡ് ഉണ്ട്, ലിക്വിഡ്, ഗ്യാസ് അല്ലെങ്കിൽ വേപ്പർ. അപ്പൊ അതിൽ ഫേസ് ട്രാൻസിഷൻ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്കറിയാം സോളിഡ് ലിക്വിഡായി മാറുന്നത് ഫ്യൂഷൻ ആണ് അല്ലെങ്കിൽ മെൽറ്റിംഗ് ആണ്. ഇനി ലിക്വിഡ് വേപ്പറായി മാറുന്നത് വേപ്പറൈസേഷൻ ആണ്. സോളിഡ് വേപ്പറായി മാറുന്നത് സബ്ലിമേഷൻ ആണ്. ഓക്കെ. ഇനി ഫ്യൂഷന്റെ ടെമ്പറേച്ചർ, ഫ്യൂഷൻ നടക്കുന്ന ടെമ്പറേച്ചർ മെൽറ്റിംഗ് പോയിന്റ് ആണ്. വേപ്പറൈസേഷൻ ടെമ്പറേച്ചർ ബോയിലിംഗ് പോയിന്റ് ആണ്. ഈ സബ്ലിമേഷൻ ടെമ്പറേച്ചർ സബ്ലിമേഷൻ പോയിന്റ് എന്ന് പറയാം, പക്ഷെ അത് ബിലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. മെൽറ്റിംഗ് പോയിന്റിനേക്കാൾ കുറവാണ്. മെൽറ്റിംഗ് പോയിന്റ് ആണ് എങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒന്നാമത്തെ എൻതാൽപ്പി ഓഫ് ഫേസ് ട്രാൻസിഷൻ ചോദിക്കുന്ന സമയത്ത് ഒന്ന് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ എന്താണെന്ന് പറയണം. എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. രണ്ടാമത്തത് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ. മൂന്നാമത്തത് എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ. ഓക്കെ. അപ്പോൾ എൻതാൽപ്പി ഓഫ് ഫേസ് ട്രാൻസിഷന്റെ പേരിൽ മൂന്ന് കാര്യങ്ങൾ നമുക്ക് പറയാം. അതിൽ ഒന്നാമത്തത് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ, രണ്ടാമത്തെ എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ, മറ്റൊന്ന് എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ. അതിൽ എന്താണ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷന്റെ ഡെഫിനേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് എൻതാൽപ്പി ഫോർമേഷൻ ആണ്. അപ്പോൾ ഇത് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ, അതിന്റെ ഡെഫിനേഷൻ എന്താണെന്ന് ചോദിച്ചാൽ പറയേണ്ടത് ഇറ്റ് ഇസ് എൻതാൽപ്പി ചേഞ്ച് when 1 mole of a solid converted into liquid at its melting point എന്ന് പറയാം. അപ്പോൾ എന്താണ് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ എന്താണെന്ന് ചോദിച്ചാൽ പറയണം ഇറ്റ് ഈസ് എൻതാൽപ്പി ചേഞ്ച് when 1 mole of a liquid converted into vapor at its boiling point. അതുപോലെ എന്താണ് എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ എന്ന് ചോദിച്ചാൽ പറയേണ്ടത് ഇറ്റ് ഈസ് എൻതാൽപ്പി ചേഞ്ച് when 1 mole of a solid converted into vapor below its melting point എന്ന് പറയാം. ഓക്കെ. അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുന്നത് വളരെ സിമ്പിൾ ആയ പോയിന്റ് ആണ് ഇപ്പം പറഞ്ഞ് അവസാനിപ്പിച്ചത്. എൻതാൽപ്പി ഓഫ് ഫേസ് ട്രാൻസിഷൻ ആണ്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 5 കാര്യങ്ങളാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. അതിൽ ഒന്നാമത്തെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷന്റെ ഇക്വേഷൻ പഠിക്കുക, അല്ലെങ്കിൽ ഡെഫിനേഷൻ പഠിക്കുക. രണ്ടാമത്തെ കാര്യം സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റന്റെ കാര്യം അല്ലെങ്കിൽ കമ്പഷന്റെ കാര്യം, അതിന്റെ ഡെഫിനേഷനും അതിന്റെ ഇക്വേഷൻ പഠിക്കുക. മൂന്നാമത്തെ ഹെസസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ എന്നറിയപ്പെടുന്ന ആ സ്റ്റേറ്റ്മെന്റും അതിന്റെ ഇല്ലസ്ട്രേഷനും അതിന്റെ എക്സാമ്പിൾ പഠിച്ചു. നാലാമത്തെ കാര്യം ബോണ്ട് എനർജി എന്നറിയപ്പെടുന്ന എനർജിയെ പറ്റി, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഡെൽറ്റ എച്ച് കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ട്, ആ കാര്യം പറഞ്ഞു. അഞ്ചാമത്തത് എൻതാൽപ്പി ഓഫ് ഫേസ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് 3 പോയിന്റ് പറഞ്ഞു. എൻതാൽപ്പി ഓഫ് ഫ്യൂഷനും എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷനും എൻതാൽപ്പി ഓഫ് സബ്ലിമേഷന്റെ ഡെഫിനിഷൻ പഠിച്ചു വയ്ക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ലോണം പഠിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം.